അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ബുച്ചേഴ്സ്. ഡയറക്ടർ അഡ്രിയൻ ലാംഗ്ലി സംവിധാനം ചെയ്ത് 2020 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ ക്രൈം മൂവിയാണ് ബുച്ചേഴ്സ്. സിനിമയുടെ തുടക്കം ഒരു വിന്റർ സമയമാണ് കാണിക്കുന്നത്. അവിടെ രണ്ട് സഹോദരങ്ങൾ മരിച്ചുപോയ തങ്ങളുടെ അമ്മയെ കുഴിച്ചിടുന്നു. വളരെയേറെ വിഷമത്തോടെ അമ്മയോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിജനമായ പ്രദേശത്ത് കൂടി ഒരു കാറ് കേടായി വന്നു നിൽക്കുന്നു. ഇത് കണ്ടതും ഒരു സഹോദരൻ സന്തോഷത്തോടെ അവരെ നോക്കുകയും പണി തുടങ്ങിക്കോ എന്ന് പിന്നിൽ നിൽക്കുന്ന സഹോദരനോട് നിർദ്ദേശം കൊടുക്കുന്നു. കാറിനകത്തിരുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവൻ പുറത്തിറങ്ങി കാറിന്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് നോക്കുന്ന സമയത്ത് അകത്തിരുന്ന യുവതി പിന്നിൽ നിന്നും ആരോ ഒരാൾ നടന്നു പോകുന്ന ശബ്ദം കേൾക്കുകയാണ്. ഈ കാര്യം അവനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്നും ആ ഒരു സഹോദരൻ വന്ന് അവനെ അടിച്ചിടുകയാണ്. നിലവിളിയോടെ അവൾ പുറത്തിറങ്ങി നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവനിക്കാണെങ്കിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു നേരത്ത് പിന്നിൽ നിന്നും അവർ അവളെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ സഹോദരങ്ങളുടെ വീടാണ്. അവർ പിടിച്ചുകൊണ്ടുവന്ന യുവതിയെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് അവളോട് പേര് ചോദിക്കുമ്പോൾ എൻ്റെ പേര് സെലസ്റ്റിയാണെന്ന് അവൾ പറയുന്നു. തുടർന്ന് എൻ്റെ പേര് ഓവനാണെന്നും എൻ്റെ സഹോദരൻ്റെ പേര് ഓസ്വാൾഡ് ആണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് ഇവിടെ വരുന്ന മിസ്സിംഗ് ആയവരെയെല്ലാം നമ്മളാണ് പിടിച്ചതെന്നും എന്നാൽ അവർ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നുമുള്ള സത്യങ്ങളെല്ലാം അവർ അവളോട് പറയുന്നു. ശേഷം അവരുടെ ഭർത്താവിനെ ഇറച്ചി കട്ടയിലിട്ട് വെട്ടി നുറുക്കുകയാണ്. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം. ഇപ്പോൾ വിന്റർ സീസണൊക്കെ കഴിഞ്ഞ് സമ്മർ സീസൺ ആയിരിക്കുന്നു. അവർ പിടിച്ചുകൊണ്ടുവന്നിരുന്ന സെലസ്റ്റി എന്ന യുവതിയെ ഇവിടെ കാണിക്കുകയാണ്. അവരെ ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നു. പോരാത്തതിന് അവർ ഇപ്പോൾ ഒരു ഗർഭിണിയും കൂടിയാണ്. ക്രൂരന്മാരായ അവർ അവരെ പുറത്തിറക്കി താഴെ കെട്ടിയിടുകയാണ്. ഇന്ന് വരെയും ഇവർക്കിവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടില്ല. ശേഷം കാണിക്കുന്നത് ആ വിജനമായ പ്രദേശത്ത് കൂടി കാറിൽ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടെയ്ലർ, ജെന്ന എന്ന രണ്ട് യുവതികളെയും മൈക്ക്, ക്രിസ് എന്ന രണ്ട് യുവാക്കളെയുമാണ്. അങ്ങനെ 4 പേരും കൂടെ സംസാരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് കാറിനെന്തോ പറ്റി അവിടെ നിന്ന് പോകുന്നു. ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് റേഡിയേറ്ററിലായിരുന്നു. ഇവർക്കാണെങ്കിൽ അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോവേ വേണം. എല്ലാം കൊണ്ട് വേവളവി നിൽക്കുകയാണ്. ഇതിൽ മൈക്കും ജെന്നായും ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി എന്തോ പ്രശ്നമുണ്ടായതിനാൽ അവരിപ്പോൾ പിണക്കത്തിലുമാണ്. ഇനി ഒരു ഗ്യാരേജ് കണ്ടുപിടിക്കാതെ നമുക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ് മൈക്ക് മുമ്പിലോട്ട് നടക്കുന്നു. തൊട്ടു പിന്നാലെ കൂടെ ഉണ്ടായിരുന്ന ടെയ്ലർ എന്ന യുവതിയും കൂട്ടിന് പോവുകയാണ്. ക്രിസും ജെന്നയും നടക്കാൻ മടിയുള്ളത് കൊണ്ട് കാറിൽ തന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. തുടർന്ന് ജെന്ന മൂത്രമൊഴിക്കാൻ വേണ്ടി കാട്ടിനകത്ത് പോകുമ്പോൾ അവിടെ കെട്ടിയിട്ടിരുന്ന കയറിൽ കാല് കൊള്ളുകയാണ്. എന്നാൽ ഇവിടെ കാല് കൊണ്ട് കയറ് തട്ടിയതും അവിടെ ആ ദുഷ്ടന്മാരായ സഹോദരങ്ങളുടെ വീട്ടിൽ മണി മുഴങ്ങുകയാണ്. അങ്ങനെ അവിടേക്ക് അടുത്ത ഇരകൾ എത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഈ സമയത്ത് ടെയ്ലർ മൈക്കിനോട് ജെന്നായുമായുള്ള പിണക്കത്തെപ്പറ്റി ചോദിക്കുകയും പതുക്കെ അവർ പരിപാടി തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ഓസ്വാൾഡ് എന്ന സഹോദരൻ കണ്ടുകൊണ്ട് ക്യാമറയിൽ ചിത്രം പകർത്തുകയാണ്. തുടർന്നവർ രണ്ടുപേരും ഗ്യാരേജ് തപ്പി മുമ്പിലോട്ട് പോകുന്നു. ജെന്ന തിരിച്ചു വരുന്ന വഴിക്ക് മരത്തിൽ ബ്ലഡിന്റെ കറകൾ പറ്റിയിരിക്കുന്നത് കാണുകയും അത് പേടിയോടെ ക്രിസിനടുത്ത് വന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവൻ പോയി നോക്കുമ്പോൾ അവൾ പറഞ്ഞത് ശരിയാണ്. തുടർന്ന് തിരിച്ചു വന്നിട്ട് അത് ആരെങ്കിലും ഹണ്ടിങ് ചെയ്തപ്പോൾ വല്ല മാനിന്റെയോ കരടിയുടെയോ ബ്ലഡ് ആയിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിസ് ജെന്നയ്ക്ക് സമാധാനം കൊടുക്കുന്നു. അവസാനം അവർ വാട്സൺസ് എന്ന ഗ്യാരേജിലെത്തുകയാണ്. അകത്ത് കയറി നോക്കുമ്പോൾ സഹോദരന്മാരിലെ ഓവൻ അവിടെ വരികയാണ്. ഈ ഗ്യാരേജ് ഇവരുടേതാണ്. എന്നാൽ ഈ നിൽക്കുന്നത് ഒരു വൻ കൊലയാളിയാണെന്ന് പാവം മൈക്കും ടെയ്ലറും അറിയുന്നില്ല. വണ്ടി കേടായ കാര്യം അറിയുമ്പോൾ ഓവൻ പറയാണ്, ഇവിടെ റേഡിയേറ്റർ ശരിയാക്കുന്ന പദ്ധതി നമുക്കില്ല, വേണമെങ്കിൽ മറ്റൊരു ട്രക്ക് വണ്ടിയെ വിളിച്ച് വണ്ടിയെ വലിച്ചെടുത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ട്രക്ക് ഡ്രൈവറെ വിളിക്കുകയാണ്. ഇവിടെ കാറിനകത്ത് ക്രിസും ജെന്നായും ഇരിക്കുമ്പോൾ മറ്റേ സഹോദരൻ വന്ന് അവരെ ഫോട്ടോ എടുക്കുകയാണ്. ഇതവർ കാണുകയും അവർ തിരിച്ച് അവനെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. ട്രക്ക് വരുന്നത് വരെ എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ടെയ്ലർ ദേഷ്യത്തിൽ തിരിച്ച് കാറിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ സഹോദരൻ അകത്ത് എന്തോ മെക്കാനിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഒരുപാട് താമസിക്കുന്നത് കൊണ്ട് മൈക്ക് അകത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് കരുതി അവൻ ആ മെക്കാനിക്ക് ചെയ്യുമ്പോൾ പിന്നിൽ നിന്നും അവൻ ആക്രമിച്ചിടുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവരെ കാണാത്തത് കൊണ്ട് ക്രിസും ജെന്നയും അവരെ തപ്പി പോകാമെന്ന് തീരുമാനമെടുക്കുന്നു. ടെയ്ലർ ഇവിടെ തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് കാട്ടിനകത്ത് നിന്നും എന്തോ സൗണ്ടൊക്കെ കേൾക്കുകയാണ്. അതൊക്കെ കേട്ട് പേടിച്ച് വീണ്ടും അവൾ തിരിച്ച് മൈക്കിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ടെയ്ലർ ഇവിടെ തിരിച്ചു വന്ന് ഗ്യാരേജിൽ നോക്കുമ്പോൾ അവിടെ മൈക്ക് ഉണ്ടായിരുന്നില്ല.
അവനിപ്പോൾ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്, അങ്ങ് ചെന്ന് നോക്കിക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ വേണ്ട, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് അവൾ പറയുകയാണ്. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവനെ കാണാത്തതിനാൽ അകത്ത് പോയി അവൾ അന്വേഷിക്കുകയാണ്. ലാസ്റ്റ് വേറെ വഴിയില്ലാതെ വാഷ്റൂമിലോട്ട് അവൾ പോയി നോക്കുമ്പോൾ അവിടെ വാഷ്റൂം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ട് എന്തോ പന്തികേട് തോന്നി അവള് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ അദ്ദേഹത്തിനെയും കാണാനില്ല. ഡോറും ലോക്കാക്കിയിരിക്കുന്നു. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും അവളെ തലയെ അടിച്ച് താഴെയിടുന്നു. മൈക്കിനെ അകത്ത് മറ്റൊരു സൈഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവളെ ചാക്കിലാക്കി വണ്ടിയിൽ എങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള പ്ലാനിൽ അദ്ദേഹവും. തുടർന്ന് മൈക്കിനെ അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. ഇവിടെ പുറത്ത് അവരെ തപ്പി ജെന്നായും ക്രിസും കൂടെ നടന്നു വരുമ്പോൾ ഒരു ഫോട്ടോ റോഡിൽ കിടന്ന് അവർക്ക് കിട്ടുകയാണ്. അതിലുണ്ടായിരുന്നത് ടെയ്ലറും മൈക്കും കൂടെ പരിപാടി ചെയ്യുന്നതാണ്. ഇത് കണ്ട് ജെന്ന ആകെ വിഷമിക്കുന്നു. ആ ഒരു സമയത്ത് അനിയൻ സഹോദരൻ അവിടെ വന്ന് ക്രിസിനെ ആക്രമിച്ച് താഴെയിടുന്നു. ജെന്ന ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് അയാൾ ക്രിസിനെ മൃഗീയമായി ഉപദ്രവിക്കുന്നു. ഇവിടെ ജെന്ന ജീവനും കൊണ്ട് ഓടണ സമയത്ത് മുമ്പിൽ കൂടെ ഒരു വണ്ടി പാസ് ചെയ്തു പോകുന്നു. അതിനെ അവൾ വിളിച്ച് രക്ഷ തേടുന്ന സമയത്ത് പുറത്തിറങ്ങിയത് ആ ചേട്ടൻ സഹോദരനായിരുന്നു. തങ്ങളെ ഇപ്പോൾ കൊല്ലാൻ ഓട്ടിച്ച ആളുടെ സഹോദരനാണ് ഈ നിൽക്കുന്നതെന്നും തന്റെ സുഹൃത്തായ ടെയ്ലർ വണ്ടിയുടെ ഡിക്കിയിൽ കിടക്കുന്ന കാര്യമൊന്നും ഈ പാവം ജെന്ന അറിയുന്നില്ല. അങ്ങനെ അയാളുടെ വീട്ടിൽ പോയിട്ട് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കുന്ന സമയത്ത് മുമ്പിലായി ഒരുപാട് ഫോട്ടോസ് ഇരിക്കുന്നത് കാണുന്നു. അതിലൊക്കെ മനുഷ്യരെ കൊന്നു കെട്ടിത്തൂക്കിയിരിക്കുന്ന പടം കണ്ട് അവളാകെ പേടിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തോക്കുമായി അയാളതാ മുന്നിൽ നിൽക്കുന്നു. ഒരു ചെകുത്താന്റെ കയ്യിലാണ് പിടിപെട്ടതെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ശേഷം നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. കാറിനകത്തൊരു ചാക്കുണ്ട്, അതെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് അവളോട് പറയുന്നു. അത് പ്രകാരം അതെടുത്തുകൊണ്ട് നോക്കുമ്പോൾ അതിനകത്ത് അവളുടെ സ്വന്തം കൂട്ടുകാരിയായ ടെയ്ലർ കിടക്കുന്നു. തുടർന്ന് പറഞ്ഞ വാക്ക് ലംഘിച്ച് അവളെയും അടിച്ച് ബോധം കെടുത്തുന്നു. മറ്റേ സഹോദരൻ ക്രിസിനെയും കൊണ്ട് വരികയാണ്. എന്നിട്ട് 2 യുവതികളെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ശേഷം അവിടെ മറ്റേ സഹോദരൻ ക്രിസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് തലയെ ഓടിച്ചു കൊല്ലുന്നു. തുടർന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് മൂത്ത സഹോദരൻ വണ്ടിയെടുത്ത് മൈക്കിനെ കൊണ്ടുവരാൻ ഗ്യാരേജിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു സമയത്ത് 2 യുവതികളും ചേർന്ന് കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. ഇത് അനിയൻ സഹോദരൻ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുകയും അങ്ങനെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ 2 കസേരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പിന്നിൽ നിന്നും കതവടച്ച് ലോക്ക് ചെയ്തിട്ട് 2 പേരും പുറത്തേക്കിറങ്ങി ജീവനം കൊണ്ടോടുന്നു. എന്നാൽ ആ കതവിനെ തല്ലി പൊട്ടിച്ച് തൊട്ടു പിന്നാലെ അവനും അവരെ പിടിക്കാൻ പോവുകയാണ്. 2 യുവതികളും ഓടി അവരുടെ കാറിനടുത്തെത്തുമ്പോൾ ഗ്യാരേജിൽ വെച്ച് ആ മൂത്ത സഹോദരൻ വിളിച്ച ട്രക്ക് ഡ്രൈവർ അവരുടെ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ അവിടെ നിൽക്കുകയാണ്. അയാളോട് ഇവർ കാര്യം മുഴുവൻ തുറന്നു പറയുന്നു. ഇത് കേട്ടതും ആണോ എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ കയറ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കാറിനെ വരച്ച് ട്രക്കുമായി അദ്ദേഹം മുമ്പിലോട്ട് പോകുന്നു. ശേഷം കുറച്ചു കഴിയുമ്പോൾ വണ്ടി നിർത്തിയിട്ട് തോക്കെടുത്ത് അവരെ വിരട്ടി മുമ്പിലോട്ട് നടക്കാൻ പറയുന്നു. സത്യത്തിൽ ഇദ്ദേഹം ആ സഹോദരങ്ങളുടെ ആളായിരുന്നു. വേറെ വഴിയില്ലാതെ അവർ മുന്നോട്ട് പോവുകയാണ്. അന്നേരം സൈഡിൽ നിന്നും അനിയൻ സഹോദരൻ വന്ന് ടെയ്ലറിനെ കത്തികൊണ്ട് ഒരൊറ്റ കീറല്, എന്നിട്ട് കുടൽമാല പുറത്തെടുക്കുകയാണ്. അവൾ മൃഗീയമായി കൊല്ലപ്പെട്ടു. ശേഷം ജെന്നയെ പിടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിടുകയാണ്. തുടർന്ന് അനിയൻ സഹോദരനോട് നിനക്കിവരെ സൂക്ഷിച്ചു നോക്കാൻ അറിയില്ലേ, ഇവരെങ്ങാനും മോടി പുറത്ത് ആരോടെങ്കിലും വല്ലതും പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പുക എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അവസാനം ജെന്ന അകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന തുടക്കത്തിൽ നമ്മൾ കണ്ട സെലസ്റ്റി എന്ന് പറയുന്ന യുവതിയെ കാണുകയാണ്. തൊട്ട് മുകളിൽ അവരുടെ നാക്കിനെ ആണിയടിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഇന്ന് വരെയും സംസാരിക്കാൻ പറ്റാത്തത്. ഇത് കണ്ട് വളരെ വിഷമത്തോടെ സ്വയം രക്ഷയ്ക്കായി അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ആ പെണ്ണിന് കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവൾ കത്തി കൊണ്ട് സ്വന്തമായിട്ട് വയറ്റിനെ കുത്തി പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഈ സൗണ്ട് കേട്ട് അനിയൻ സഹോദരൻ വന്ന് നോക്കുമ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന ആ പാവം ഗർഭിണിയായ പെണ്ണിനെയാണ്. അപ്പോഴേക്കും അവിടെ മൂത്ത സഹോദരനും മൈക്കിനെ കൊണ്ടെത്തുന്നു. അങ്ങനെ അവനും വന്ന് നോക്കുമ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്ന അവളെ. എന്നിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ച് അനിയനും ചേട്ടനും കൂടെ വലിയ വഴക്കാകുന്നു. ആ സമയം കൊണ്ട് ജെന്ന പുറത്തേക്ക് പോയി അയാളുടെ വണ്ടിയിൽ കെട്ടിയിട്ടിരുന്ന മൈക്കിനെയും രക്ഷപ്പെടുത്തി പോകാനൊരുങ്ങുമ്പോൾ ഇവരെ മുഴുവനും നമുക്ക് കൊന്നിട്ട് തിരിച്ചു പോകാമെന്ന് വാശിയോടെ പറഞ്ഞ് മൈക്ക് ടൂളുമെടുത്ത് അകത്തേക്ക് പോകുന്നു. എന്നാൽ അകത്ത് പോയപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് അകത്തുകൂടെ പിൻവശത്തേക്ക് വരുമ്പോൾ മൂത്ത സഹോദരൻ ചാടി അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് വെട്ടാൻ പോകുമ്പോൾ മൈക്ക് ഒഴിഞ്ഞു മാറി തോക്കെടുത്ത് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അടുത്ത സഹോദരനെ തപ്പി നിൽക്കുന്ന സമയത്ത് ആ ട്രക്ക് ഡ്രൈവർ അകത്തു നിന്നും അവനെ വെടിവെച്ച് വീഴ്ത്തുന്നു.
തൊട്ടടുത്ത സമയം തന്നെ ജെന്ന വെട്ടോത്തിയെടുത്ത് ട്രക്ക് ഡ്രൈവറിന്റെ തലയിൽ ഒരു ഒറ്റ വെട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അനിയൻ സഹോദരൻ പുറത്തേക്ക് വരികയാണ്. ശേഷം അകത്ത് പോയി അവർ പൂട്ടിയിട്ടിരുന്ന ഒരു വികൃതമായ രൂപമുള്ള മനുഷ്യനെ തുറന്നുവിടുന്നു. അയാൾ സോംബികളെ പോലെ അലറിക്കൊണ്ടുവന്ന് മൈക്കിനെ കടിച്ചു തിന്നുന്നു. എന്നിട്ട് ജെന്നയെ ലക്ഷ്യം വെച്ച് വരുമ്പോൾ അവൾ ഓടി കാറെടുത്ത് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അനിയൻ സഹോദരൻ അവളെ ഒരൊറ്റ ഷൂട്ട്. കറക്റ്റ് അത് വിൻഡോയിൽ കൂടെ പൊത്ത് അവളുടെ തലയിൽ തറയ്ക്കുന്നു. അങ്ങനെ വികൃത മനുഷ്യൻ അകത്ത് കയറി അവളെ കടിച്ചു കീറുകയാണ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.